വിശേഷം? എല്ലാവരും സുഖം തന്നെയാണോ? ഞങ്ങളിവിടെ 3-4 ദിവസമായിട്ട് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ഇങ്ങനെ എല്ലാവർക്കും വൈറൽ ഫീവർ ഒക്കെ പിടിപെട്ടു. അത് കാരണം കണ്ണു തുറക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ എങ്ങനെയാ ക്യാമറയ്ക്ക് മുന്നിൽ വരിക? സൗണ്ടും വലിയ ശരിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇന്ന് വലിയ കുഴപ്പമില്ല. അപ്പൊ നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ തന്നെ അവൽ ചേർത്തിട്ടുള്ള അപ്പമായിട്ട് വന്നിട്ടുണ്ട്. അതായത് കോക്കനട്ട് ഇല്ലാത്ത അപ്പം. കോക്കനട്ട് ഇല്ലാത്ത അപ്പത്തിന്റെയും കോക്കനട്ട് ഇല്ലാത്ത ഡിഷസിന്റെയും റെസിപ്പീസിന് കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് എനിക്ക് പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ അടുത്ത് നിന്നാണ്. കാരണം അവർ പറയാറില്ല അവിടെ കോക്കനട്ട് കിട്ടാനും ബുദ്ധിമുട്ടാണ്, കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പ്രൈസ് കൊടുക്കണം, പിന്നെ അതിനനുസരിച്ച് എല്ലാ കടകളിലും കിട്ടില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയാറുണ്ട്. നമ്മുടെ പോഹ എന്നാ ഹിന്ദിയിൽ പറയാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആൻഡ് റൈസ് എന്ന് പറയും. അപ്പൊ എല്ലാ ഇന്ത്യൻ സ്റ്റോഴ്സിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അവിടെ പോയി ഇത് വാങ്ങിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അവൽ വെച്ചിട്ടുള്ള പല റെസിപ്പീസും എനിക്ക് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പതുക്കെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പൊ അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് എങ്ങനെയാണ് നാളികേരമില്ലാത്ത അവൽ ചേർത്തിട്ടുള്ള അപ്പം തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവൽ കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതായത് ഇതിൽ നാളികേരത്തിൻ്റെ ഒരു ആവശ്യമില്ല. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് പൊടി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പത്തിരിപ്പൊടിയാണ്, അതായത് വറുത്ത് വെച്ചിരിക്കുന്ന നൈസായിട്ടുള്ള പൊടി. പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടി എന്തായാലും കുഴപ്പമില്ല. ഇത് നമുക്ക് 2 ഗ്ലാസ്സാണ് അളവ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തെ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അഥവാ പത്തിരിപ്പൊടി ഇല്ല, അതായത് നൈസായിട്ടുള്ള ഇതുപോലത്തുള്ള വറുത്തിട്ടുള്ള പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ, അതേസമയം നിങ്ങളുടെ അടുത്ത് പച്ചരി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അരച്ചെടുക്കാം. നമ്മൾ സാധാരണ അപ്പത്തിന് അരച്ചെടുക്കുന്ന പോലെ അരച്ചെടുക്കാം. അങ്ങനെയായാലും കുഴപ്പമില്ല. ഇപ്പം ഇവിടെ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ട്, എല്ലാവർക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഒരു പൊടി എടുത്തിരിക്കുന്നത്. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. രണ്ടും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ പൊടി ഇല്ലാത്തവർക്ക് അരി അരച്ചിട്ടുണ്ടാക്കാം, അരി ഇല്ലാത്തവർക്ക് പൊടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ 2 ഗ്ലാസ് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവല്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ കളറുള്ള അവലാണ്, അതായത് മട്ട അവലാണ്. അതേസമയം നിങ്ങൾക്ക് വെള്ള അവലാണ് കയ്യിലുള്ളതെങ്കിൽ വെള്ള അവൽ ഉപയോഗിച്ചാലും മതി. ഏത് അവലായാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ എന്തെങ്കിലും പൊട്ടിച്ചിട്ടുള്ള അവല് മട്ട ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ മറ്റേത് പൊട്ടിക്കാത്തത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് വൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് അവലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷെ മട്ട അവലിനാണെങ്കിലും ടേസ്റ്റിനും കാണാനും ഒന്നും ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പം ഞാനിവിടെ തൽക്കാലം മട്ട അവല് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അത് കഴുകിയെടുക്കണം. അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് കുറച്ച് നേരം ഒരു 15 മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്യാനിടാം, അതായത് കുതിർത്തിയിടാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി, കാരണം ഇവിടെ നിന്ന് ഇപ്പൊ കിട്ടുന്ന അവലിലൊക്കെ നിറയെ അഴുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ കഴുകി കഴിഞ്ഞാൽ മാത്രമേ ഇതിനുള്ളിൽ കൂടുതലായിട്ടുള്ള അഴുക്കുകളൊക്കെ പോവുള്ളൂ. പിന്നെ എക്സസ് ചില സമയത്ത് നിറയെ നെല്ലൊക്കെ കാണാറുണ്ട്. അപ്പൊ നെല്ലൊക്കെ പറക്കി കളയാ. അപ്പൊ ഞാൻ അവല് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടങ്ങ് വീർക്കട്ടെ, കുതിരട്ടെ. ഒരു 15 മിനിറ്റോളം കഴിയുമ്പോഴേക്കും നന്നായി കുതിർന്ന് വരും. ചെറിയൊരു ചൂട് മാത്രമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം. അവല് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അരിപ്പൊടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം എത്ര വെള്ളം വേണ്ടി വരുന്നത്. നിങ്ങളുടെ അടുത്ത് പൊടിയല്ല എന്നുണ്ടെങ്കിൽ, അരിയാണെങ്കിൽ മിക്സിയിൽ ആദ്യം തന്നെ നന്നായിട്ട് അരച്ചെടുത്ത് വെക്കുക. അതിനുശേഷം അവൽ അരയ്ക്കുക. രണ്ടും ഒരുമിച്ച് അരച്ചാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിയിലാണ് ഇരിക്കുന്നത്. നമുക്കിനി വീണ്ടും വെള്ളം ഒഴിക്കേണ്ടി വരും. 1 ഗ്ലാസും കൂടെ ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. 2 ഗ്ലാസ് പോരല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു 1/4 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ മൊത്തത്തിൽ ഞാൻ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത് മതി. 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട് നമ്മുടെ മാവ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവല് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം. അപ്പോൾ അത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവല് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തോട് കൂടിയിട്ട്, നമ്മൾ 1/2 ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ, ആ വെള്ളത്തോട് കൂടിയിട്ട് അങ്ങ്, നല്ല വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. പൈപ്പിലെ വെള്ളമല്ല ഒഴിക്കേണ്ടത്, നല്ല വെള്ളമാണ് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിക്കേണ്ടത്. അപ്പോൾ ആ വെള്ളത്തോട് കൂടി നമുക്കങ്ങ് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം. അവല് അരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിക്കുക അരിഞ്ഞു എന്ന്, പക്ഷേ ചിലപ്പോൾ ചെറിയ ചെറിയ തരികളായിട്ടുണ്ടാവും. പക്ഷെ നന്ന ഫൈനായിട്ട് അങ്ങ് അരച്ചെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിപ്പോൾ അരച്ചപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവാണ്. അപ്പം ഞാനൊരു 1/4 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരയണം, കാരണം ഇത് നന്നായിട്ട് അരയണം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അവല് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ നമ്മുടെ അരിപ്പൊടിയുടെ ഉള്ളിൽ വെള്ളമായിട്ടുള്ളത്, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. എല്ലാം ഒഴിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല ഇനി ഇതിലോട്ട് നമുക്ക്
ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈസ്റ്റിന്റെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളുണ്ട്. അതൊന്ന് തീർത്തു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഇൻസ്റ്റന്റ് ഈസ്റ്റിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മാവിലോട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കാം. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് അല്ല, അതിന് പകരമായിട്ട് ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റ് ആണ് എന്നുള്ളതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും ഇടാൻ പാടില്ല. സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുപോലെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് എന്ന് കാണുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇതുപോലെ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് എന്ന് പറഞ്ഞ് കിട്ടും. അതൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മാവിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒരുപാട് കുട്ടികൾക്ക് അബദ്ധം പറ്റാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ പാലപ്പത്തിന്റെ റെസിപ്പിയിലും മട്ടയപ്പത്തിൻ്റെയിലൊക്കെ നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ കുട്ടികൾ പറയും ചേച്ചി ഇതുപോലെ ഞങ്ങൾ ചെയ്തിട്ട് ഒട്ടും പൊന്തി വന്നില്ല, എന്തുകൊണ്ടാന്ന് അറിയില്ല എന്നൊക്കെ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇത് ഓർത്തേ ഇല്ലായിരുന്നു, നിങ്ങൾക്ക് അത് അറിയില്ല എന്നുള്ള കാര്യം. അപ്പൊ ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം, ഇത് എങ്ങനെ ഇരിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഈ ഈസ്റ്റ് കണ്ട ഇതുപോലെ നമുക്ക് കാണാം, അതായത് ഇച്ചിരി വലിയ മണികളാണ്. ഇതാണ് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ്. ഇത് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. എന്നിട്ട് എത്ര അളവ് വേണോ അത്രയും. ഇപ്പൊ ഞാനിവിടെ 1/2 ടീസ്പൂണിന്റെ അളവാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇതേപോലത്തെ ഈസ്റ്റ് എടുക്കുക, ആ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അത് നമ്മുടെ മാവിലിട്ടിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ. പക്ഷെ എനിക്കിപ്പോ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഈസ്റ്റ് ആയ കാരണം ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് ഇടാൻ പോകുന്നത്. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും ഈസ്റ്റുകൾ ഇതേപോലെ സാഷെ പാക്കറ്റ്സ് ആയിട്ട് വാങ്ങിക്കാറുള്ളൂ. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ പുതിയത് വാങ്ങിച്ചാൽ മതിയല്ലോ. ഒരുപാട് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറെ നാളുണ്ടാവും, പക്ഷെ അതിന്റെ സ്ട്രെങ്ത് കുറെ ദിവസം കഴിഞ്ഞാൽ നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് കണ്ട അപ്പൊ ഇതാണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ്. ഇത് ശരിക്കും നമ്മുടെ മണൽത്തരിയില്ലേ, മണൽത്തരി പോലെ ഇരിക്കും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇതാണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ്. നേരത്തെ ഞാൻ കാണിച്ചെന്തായിരുന്നു ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇതാണ് ഇടാൻ പോകുന്നത്. ഇത് ഒരു 1/2 ടീസ്പൂണിന്റെ അളവാണ് പറയുന്നത്. ഞാനിപ്പോ ഇത് ഇതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇൻസ്റ്റന്റ് ആയതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഈസ്റ്റ് കാലാവധി നോക്കണം. ഇതിന്റെ ബാക്കിലൊക്കെ ഉണ്ടാവും കാലാവധി. ഇപ്പൊ 2017 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2019 വരെ ഇതിന്റെ കാലാവധി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും കാലാവധി നോക്കാൻ മറക്കരുത്. മാത്രമല്ല ഞാൻ 6 മാസത്തിൽ കൂടുതൽ ഈസ്റ്റ് ഉപയോഗിക്കാറില്ല. അപ്പൊ എത്ര പുതിയതാണെങ്കിലും 6 മാസം കഴിഞ്ഞ് ഞാൻ കളഞ്ഞിട്ട് പുതിയതാണ് വാങ്ങിക്കാറ്. എന്നാലും മാത്രമാണ് നമ്മൾ വിചാരിച്ച എഫക്റ്റീവ്നെസ് നമുക്ക് കിട്ടാറുള്ളൂ. അപ്പൊ അതെപ്പോഴും കാലാവധി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മാത്രമല്ല ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒക്കെ ഡേറ്റ് നോക്കിയിട്ട് വേണം എപ്പോഴും ഉപയോഗിക്കാൻ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? പഞ്ചസാര പ്ലസ് ഉപ്പ്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പൊ തൽക്കാലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അരച്ച് കഴിഞ്ഞിട്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതങ്ങ് അരച്ചെടുക്കട്ടെ. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്പി കാച്ചിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇതിലും എല്ലാം കൂടെ അടിച്ച് മിക്സ് ചെയ്ത് ഫെർമെന്റ് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി. ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അവല് നന്നായി അരഞ്ഞു ഉറപ്പ് വരുത്തണം. നമ്മൾ എടുത്ത് കൈ കൊണ്ട് തൊട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ നൈസ് ആയിട്ടുള്ളൊരു പരിവായിരിക്കണം. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഇത് അരച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയും വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല, അതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. പക്ഷേ അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആവശ്യം വെള്ളം കൂടുതലാണോ വെള്ളം കുറവാണോ എന്നുള്ള കാര്യമൊക്കെ. പിന്നെ ഇത് മാത്രമല്ല ഇതിന്റെ മാവിന്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പോ പഞ്ചസാര കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പൊ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ അതായത് ഫെർമെന്റ് ചെയ്ത് ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ എന്തായാലും ഒരു അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ആണ് എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് വരുത്താറ്. എന്നാലും ഇപ്പൊ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറവുള്ളത് പോലെ തോന്നിയത് അതുകൊണ്ട് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണും കൂടെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലവർക്ക് അധികം പഞ്ചസാര അധികം ഉപ്പൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് പേഴ്സണൽ ചോയ്സ് ആണത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് നല്ല ചൂടുകാലമാണെങ്കിൽ 1/4 ടീസ്പൂൺ ഈസ്റ്റ് മതിയാവും. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് ആ സ്ഥലത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈസ്റ്റിന്റെ അളവ് തീരുമാനിക്കാൻ കേട്ടോ. അപ്പോൾ തണുപ്പ് കാലമാണെങ്കിൽ നിങ്ങൾ പലരും പറയാറുണ്ട് എൻ്റെ അടുത്ത് ഇത് മാവ് പൊന്തിയിലെ ചേച്ചി എന്താ ചെയ്യണത്. ഇപ്പം ഞാൻ മൈസൂർ മസാല ദോശയിൽ പറഞ്ഞ അതേ ടിപ്പ് തന്നെയാണ് ഇതിലിപ്പോഴും ഞാൻ പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ നമ്മളിതങ്ങ് ഈ പാത്രം മുക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നന്നായി ഫെർമെന്റ് ചെയ്ത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ടാവും. അത് ഏതിപ്പോ എത്ര തണുപ്പുള്ള സ്ഥലത്തുകളാണെങ്കിലും നിങ്ങൾക്ക് അത് ആ ട്രിക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ദോശയ്ക്കും അതേപോലെ തന്നെ ഇതിനൊക്കെ വളരെ എഫക്റ്റീവാണ്. ദേ കണ്ടില്ലേ. അപ്പൊ ഇത് മതി. അപ്പൊ ഞാൻ 2.5 ഗ്ലാസ് വെള്ളമാണ് ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം സോക്ക് ചെയ്യാൻ ഒഴിച്ചു. പിന്നെ 1/4 ഗ്ലാസ് എക്സ്ട്രാ ഒഴിച്ചു കൊണ്ട് അടിച്ചെടുത്തു. അപ്പൊ മൊത്തത്തിൽ വെള്ളത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 3.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ മൊത്തത്തിൽ ഈ മാവിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് നാളെ അതായത് ഫെർമെന്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ കൺസിസ്റ്റൻസി നോക്കി തിക്നെസ് കൂടുതലാണെങ്കിൽ വേണമെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ തൽക്കാലം ഈ ഒരു കൺസിസ്റ്റൻസി നന്നായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇനി ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി വെക്കാം.
ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഞാനിപ്പോൾ രാത്രിയാണിത് കൂട്ടി വെക്കുന്നത്. രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊന്തി അപ്പം ഉണ്ടാക്കാനുള്ള പരുവത്തിലായിട്ടുണ്ടാവും. ഇതൊരു കുറച്ചും കൂടി വലിയ പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ പുറത്തേക്ക് അങ്ങ് തൂകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതേപോലെ മാവ് ഫെർമെന്റ് ചെയ്യാൻ വെക്കുമ്പോൾ ചെറിയ പാത്രത്തിൽ ഒരിക്കലും വെക്കരുത്. വലിയ പാത്രത്തിൽ, കുഴിയുള്ള വലിയ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ മുകളിലോട്ട് അങ്ങ് പൊന്തി പോകില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമേ തന്നെ വലിയ പാത്രത്തിൽ വെച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട്, ചൂടുവെള്ളം. വേണു ചേച്ചി പറഞ്ഞു എന്ന് വെച്ചിട്ട് തിളച്ച വെള്ളം ഒരിക്കലും എടുക്കരുത് കേട്ടോ മക്കളെ. ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞാൻ മാവ് വെച്ചിട്ട് എൻ്റെ മാവ് കംപ്ലീറ്റ് വെന്ത് പോയി. അതെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ച് ഭയങ്കര ചൂടുവെള്ളത്തിലാണ് മാവ് വെച്ചത്. ഭയങ്കര ചൂടുണ്ടെങ്കിൽ നമ്മളെ മാവ് വേവും. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് തൊടാൻ പറ്റുന്ന, എന്താ പറയുക, ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. അല്ലാണ്ട് ഒരുപാട് തിളച്ച വെള്ളം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമുക്ക് ഈ പാത്രം ഈ വെള്ളത്തിലോട്ട് അങ്ങ് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഉറങ്ങുന്നേക്കാളും മുൻപ് ഒരു 3-4 പ്രാവശ്യമായിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വെള്ളം മാറ്റി കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെള്ളം മാറ്റി ഒരു 4-5 പ്രാവശ്യം വെക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഫെർമെന്റ് ചെയ്തിട്ടുണ്ടാവും. സാധാരണ രീതിയിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് തണുപ്പ് കൂടുതലുള്ള പ്രദേശത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ടിപ്പ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് രാവിലെ ആകുമ്പോൾ നമുക്കിത് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നമ്മുടെ മാവ് നന്നായിട്ട് അങ്ങ് ഫെർമെന്റ് ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആയി കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയല്ലേ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെർമെന്റ് ആയിട്ട് നമുക്ക് ഇനി ഇത് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും ഈസ്റ്റ്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്ന ആ സ്ഥലത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം ഈസ്റ്റ് കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പ് കൂടും. അതുകൊണ്ട് അത് നിങ്ങൾ തീരുമാനിക്കും. 1/4 ടീസ്പൂൺ ആണോ 1/2 ടീസ്പൂൺ ആണോ ചേർക്കേണ്ടതെന്നുള്ള കാര്യം. എനിക്കിപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ 2 വിധത്തിൽ അപ്പം ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പച്ചട്ടിയിലും അതുപോലെ തന്നെ സാധാരണ നോൺ സ്റ്റിക്ക് പാനിലും. അതിന് വേണ്ടിയിട്ട് ഒരു അപ്പച്ചട്ടി എടുക്കുക, അത് ചൂടാക്കാൻ വെക്കുക. ആദ്യം തന്നെ ഒരു അപ്പം ഉണ്ടാക്കി നോക്കുക. അപ്പം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അത് ടേസ്റ്റ് ചെയ്തിട്ട് അതിൽ മധുരവും ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക. അപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവിലോട്ട് ഒഴിക്കാൻ മറക്കരുത്. അപ്പോൾ അപ്പച്ചട്ടി ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുക. ഈ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പച്ചട്ടി ചൂടായിട്ടുണ്ടെന്നുള്ള കാര്യം. ഓവറായിട്ട് അങ്ങ് ഹീറ്റ് ആവാൻ പാടില്ല. ഒരു മീഡിയം ചൂടായിരിക്കുന്ന സമയത്തോടെ നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയ തവി മാവ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഹോളുകൾ വരാൻ തുടങ്ങില്ലേ, ആ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ചേച്ചി അപ്പത്തിൻ്റെ ചട്ടിയിൽ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നില്ല, ഒഴിച്ചുടനെ തന്നെ എല്ലാം തിരിച്ചങ്ങ് ഉണ്ട കെട്ടി പോരുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? അത് നിങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കുന്ന നോൺ സ്റ്റിക്ക് ചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറ്. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് ചട്ടി, അപ്പത്തിൻ്റെ ചട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമ്മൾ അതിന് വേറെ എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യാം. കടുക് കാച്ചാനോ അതല്ലെങ്കിൽ കുറച്ച് വേറെ നേരം വെള്ളം തിളപ്പിച്ചോ അങ്ങനെ ഒരു ആഴ്ചത്തോളം സമയം നമ്മൾ ആ ചട്ടീനെ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അതായത് സ്ക്രബ്, മെറ്റൽ സ്ക്രബ് എന്നിട്ട് ഒരിക്കലും ഉരയ്ക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ സാധാരണ എന്തെങ്കിലും കറി ഉണ്ടാക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കടുക് കാച്ചാനൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ ആ ഒരു ഭയങ്കര നൈസ് ആയിട്ടുള്ളൊരു സംഭവം നഷ്ടപ്പെടും. അത് കഴിഞ്ഞ് നമ്മൾ അപ്പം ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള നല്ല നൈസ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ നമ്മൾ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കി, പക്ഷേ ഈ പുറത്തുള്ള പിള്ളേർക്ക് അപ്പച്ചട്ടി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ ഇതേപോലെ തന്നെ അപ്പം ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മുടെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. തൊട്ട് നോക്കുക എല്ലാം വെന്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നമ്മുടെ അവലപ്പം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഗസ്റ്റ് വരുമ്പോൾ മാത്രം ഞാനിപ്പോൾ അപ്പച്ചട്ടി ഉപയോഗിക്കാറുള്ളത്. അതെല്ലാം തന്നെ ഞാൻ ഇതിലാണ് എപ്പോഴും അപ്പം ഉണ്ടാക്കാറ്. കാരണം ഞാൻ പറയാറില്ല, ഓഫീസിലേക്ക് കൊടുത്തുവിടാൻ ഇതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് വരും. നമ്മുടെ കട്ടിദോശ പോലെ ആക്കി അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. സോഫ്റ്റ്നെസ് കുറേ നേരം ഉണ്ടാവും. നമ്മൾ സാധാരണ രീതിയിൽ അപ്പം ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാക്കാൻ വെക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുണ്ട് എല്ലാം. അതായത് മധുരവും ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നോൺ സ്റ്റിക്ക് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ ഒരു കയ്യിൽ. നമുക്ക് പരത്താനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ചെറുതായിട്ട് അതിൽ ഹോൾസ് വരാൻ തുടങ്ങുന്ന സമയത്ത് തീ കുറയ്ക്കണം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കും. ഞാനിനി ചെറിയ തീയിലോട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഹോൾസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം എപ്പോഴും വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ താഴെ ഭാഗം കരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നാളികേരം കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കില്ല സത്യം പറയുകയാണെങ്കിൽ. ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് നോക്കുക. തൊട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ എല്ലാ ഭാഗത്തും നന്നായിട്ട്
കുക്കായിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഒരു അപ്പം ചുട്ട് കഴിഞ്ഞ് അടുത്ത അപ്പം ചുടുമ്പോൾ സമയം നമ്മൾ ലോ ഫ്ലെയിമിലാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ കുറച്ചും കൂടെ തീ കൂട്ടി വെക്കുക. കാരണം ചൂടുണ്ടെങ്കിൽ മാത്രമേ അപ്പത്തിന് ആ ഹോൾസ് നന്നായിട്ട് വരുള്ളൂ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും ഞാനിപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അടുത്ത അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഹോൾസ് വന്നതിന് ശേഷം മാത്രം തീ കുറയ്ക്കുക കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് തവയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ മുട്ടപ്പത്തിരി കണ്ടിട്ടില്ലേ, മുട്ടപ്പത്തിരി ഒക്കെ വരുന്ന പോലെ ഉണ്ട് അല്ലേ. തീ കുറയ്ക്കുകയാണ്, അടച്ചു വെക്കുക. അപ്പം നമ്മുടെ രണ്ടാമത്തെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡ് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും കുക്കിംഗ് ടൈം ശ്രദ്ധിക്കുക. തൊട്ട് നോക്കിയിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒട്ടും കയ്യിലൊന്നും മാവ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ എടുക്കുക. ബാക്ക് സൈഡ് ഞാൻ കാണിച്ചാൽ ഇതുപോലെ ഗോൾഡൻ കളറിൽ ഇരിക്കണം കേട്ടോ. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ കുറച്ച് ദിവസമായില്ലേ ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒരു അപ്പത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് മുട്ടക്കറിയുടെ ചാറ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണ് കേട്ടോ. കാരണം പിള്ളേർക്ക് സവാള ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ മുട്ടക്കറി ഉണ്ടാക്കാറ്. ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മുടെ അപ്പത്തിൻ്റെ ഈ ഓട്ടകളിലോട്ടൊക്കെ നല്ലോണം ചാറൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു പിടി പിടിക്കാൻ പോവാണ്. എൻ്റെ ദൈവമേ, വേറെ ഒന്നും വേണ്ട. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ വണ്ണം കൂടുന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട്. പക്ഷേ കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ മൊത്തത്തിൽ അപ്പം ഉണ്ടാക്കി എടുക്കട്ടെ. അപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം, പുറത്ത് വെക്കരുത്. കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പുളി കൂടും. അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ 6 മണിക്കൊക്കെ അരച്ച് വെച്ചു എന്ന് വിചാരിക്കും. ഒരു 10 മണി ആയി കഴിഞ്ഞാൽ ഫെർമെൻ്റായി പൊന്തിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം, പിന്നെ പുറത്ത് വെക്കാൻ പാടില്ല. കാരണം വൺസ് ഫെർമെൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പുളി കൂടും. ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള അവലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയുക. മുട്ടക്കറി മാത്രമല്ല, നോൺ വെജ് ആയിട്ട്, അതായത് ചിക്കനോ മട്ടനോ എന്താണെങ്കിലും, അതുപോലെ തന്നെ വെജിറ്റബിൾ സ്റ്റൂ അല്ലെങ്കിൽ പൊട്ടറ്റോ സ്റ്റൂ, അതല്ലെങ്കിൽ കുറുമ, എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സംഭവമാണ് ഈ അപ്പം. വായിലിട്ട് അലിഞ്ഞു പോകണമെന്ന് പറയില്ല, അതുപോലത്തെ അത്രയും സോഫ്റ്റ് ആണ്. അപ്പം നമ്മുടെ റെസിപ്പി ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാനൊരു വീഡിയോ കാണിച്ചു അച്ഛനോട് എടുക്കാൻ പറയാം. I want to see. Zebras. I want to see video.